നാട്ടിൽ റിയൽ എസ്റ്റേറ്റ് പദ്ധതിയിൽ വില്ല വാഗ്ദാനത്തിൽപ്പെട്ട് ദുബായിലെ 70ഓളം മലയാളികൾക്ക് കോടിക്കണക്കിന് രൂപ നഷ്ടമായതായി പരാതി. തൃശൂർ ആസ്ഥാനമായ ശാന്തിമഠം ഉടമയ്ക്കെതിരെ ദുബായിലെ 70ഓളം പേർ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും മറ്റും പരാതി നൽകിയതായി തട്ടിപ്പിനിരയായവർ ദുബായിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൃശൂരിലെ ഗുരുവായൂർ ക്ഷേത്രത്തിന് സമീപം വില്ലകൾ വാഗ്ദാനം ചെയ്ത് കോടിക്കണക്കിന് രൂപയാണ് ശാന്തിമഠം തട്ടിയെടുത്തതെന്ന് പണം നൽകിയവർ പറഞ്ഞു. 30-35 ലക്ഷം രൂപ നൽകിയവർ ഇപ്പോൾ നിരവധി നിയമക്കുരുക്കിൽ പെട്ടിരിക്കുകയാണ്. 2008 പദ്ധതിയുടെ അറിയിപ്പുകൾ വന്നത്. 272 വില്ലകളാണ് ഗുരുവായൂരിലെ മുനുമടിയിൽ പണിയുമെന്ന് പറഞ്ഞിരുന്നത്. വില്ലയ്ക്ക് മുൻകൂറായി പണം നൽകുന്നവർക്ക് തമിഴ്നാട്ടിലും മറ്റും ഭൂമി സൗജന്യമായി വാഗ്ദാനം ചെയ്തിരുന്നു. വില്ലയ്ക്ക് 25,000 രൂപ വരെ വാടക ലഭിക്കുമെന്നും വിശ്വസിപ്പിച്ചിരുന്നു. എന്നാൽ ഒരു വില്ല മാത്രമാണ് പൂർത്തിയായത്. പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള സ്ഥലത്തിനടുത്താണ് വില്ലാ സമുച്ചയത്തിന് കണ്ടുവച്ച സ്ഥലം. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ പഞ്ചായത്തിന്റെയും പുരാവസ്തു വകുപ്പിന്റെയും എതിർപ്പ് വന്നതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്തംഭിച്ചു. സ്തംഭനാവസ്ഥ ചൂണ്ടിക്കാട്ടി നിക്ഷേപകർ ഹൈക്കോടതിയുടെ കീഴിലുള്ള കെൽസിയെ സമീപിച്ചു. എന്നാൽ പുരാവസ്തു വകുപ്പിന്റെ ഇടപെടൽ ചൂണ്ടിക്കാട്ടി ശാന്തിമഠം അധികൃതർ കാലുമാറി. ഇത് കാരണം പുരാവസ്തു വകുപ്പ് എതിർപ്പുമായി രംഗത്ത് വന്നു. 272ഓളം പേരാണ് പദ്ധതിയിൽ കോടികൾ നിക്ഷേപിച്ചിരിക്കുന്നത്. മൊത്തം പൈസ കൊടുത്ത് 6 മാസത്തിനകത്ത് 55 ലക്ഷം രൂപ കൊടുത്ത് അവർ എനിക്കൊരു ഓഫർ തന്ന് പൈസ മൊത്തം കൊടുത്തു കഴിഞ്ഞാൽ മാസം 37,500 രൂപ വെച്ച് റെൻ്റായിട്ട് തരാം. അങ്ങനെയുള്ള ഇതിൽ കൊടുത്ത് പിന്നെ ഒരു 6-7 മാസം കഴിഞ്ഞപ്പം വർക്കെല്ലാം സ്റ്റോപ്പായി. പിന്നെ ആർക്കിയോളജിയുടെ ഒരു ലെറ്റർ വന്നു, നിങ്ങളുടെ വില്ല ഇല്ലീഗലായിട്ടാണ് ചെയ്യുന്നത്, പൊളിച്ചു മാറ്റണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് കേസായി. കെൽസയിൽ ഇങ്ങനെ പോയി. കെൽസയിൽ നിന്ന് ഇപ്പോൾ കേസ് തള്ളി. പദ്ധതിയിൽ ചേർന്നവരിൽ 70% ഗൾഫ് മലയാളികളാണ്. പദ്ധതിയിൽ പണം നഷ്ടപ്പെട്ടവർ നിയമ നടപടികൾ ശക്തിപ്പെടുത്താനുള്ള നീക്കത്തിലാണ്. ന്യൂസ് ബ്യൂറോ, ദുബായ്. യുഎയിൽ വൈദ്യുതി സബ്സിഡി നിർത്തലാക്കുന്ന കാര്യം പരിഗണനയിലാണെന്ന് ഊർജ്ജമന്ത്രി സുഹൈൽ അൽ മസ്റൂയി. രാജ്യാന്തര വിലയ്ക്ക് അനുസൃതമായി ഇന്ധന സബ്സിഡി പുനഃക്രമീകരിച്ചതിന് സമാനമായി വൈദ്യുതി സബ്സിഡിയും ഇല്ലാതാക്കാനാണ് ആലോചിക്കുന്നത്. ഗാർഹിക ആവശ്യത്തിനുള്ള വൈദ്യുതിക്ക് പുറമെ ഊർജ്ജോൽപാദന കമ്പനികൾക്കുള്ള സബ്സിഡിയും ഒഴിവാക്കുമെന്ന് സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ അദ്ദേഹം പറഞ്ഞു. യുഎയിൽ കീടനാശിനികളുടെ വിൽപ്പനയ്ക്കും ഉപയോഗത്തിനുമുള്ള നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കി. ആരോഗ്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയാണ് നിയന്ത്രണങ്ങൾ. മനുഷ്യജീവന് ഹാനികരമാകുന്ന ഒരു കീടനാശിനിയും അനുവദിക്കില്ലെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഓരോ ഉപയോഗത്തിനുമുള്ള കീടനാശിനികൾ വ്യക്തമായി നിർവചിച്ച് പ്രത്യേകം രജിസ്റ്റർ ചെയ്യണമെന്നും നിരോധനമുള്ളവ കൊണ്ടുവരികയോ വിൽക്കുകയോ ചെയ്താൽ കർശന നടപടിയുണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു. രാജ്യത്ത് നിരോധനമുള്ള കീടനാശിനികൾ കമ്പനിയോ വ്യക്തിയോ സ്വകാര്യ സ്ഥാപനങ്ങളോ ഉൽപ്പാദിപ്പിക്കാനോ ഇറക്കുമതി ചെയ്യാനോ ഉപയോഗിക്കാനോ പാടില്ലെന്ന് പരിസ്ഥിതി ജലമന്ത്രി ഡോക്ടർ റാഷിദ് അഹമ്മദ് ബിൻ ഫഹദ് അറിയിച്ചു. ദുബായ് മാരത്തൺ പുരുഷ വനിതാ വിഭാഗത്തിൽ എത്യോപ്യൻ താരങ്ങൾക്ക് വിജയം. എത്യോപ്യൻ താരങ്ങളായ തെസ്ഫായ ദിബാബ പുരുഷ വിഭാഗത്തിലും ലിമി ബർഹാനു ഹൈലെ വനിതാ വിഭാഗത്തിലും ചാമ്പ്യന്മാരായി. ഹൈലെ തന്നെയാണ് കഴിഞ്ഞ വർഷവും ജേതാവായത്. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്ടൂമിന്റെ നേതൃത്വത്തിൽ ദുബായ് സ്പോർട്സ് കൗൺസിൽ സംഘടിപ്പിച്ച മാരത്തണിൽ 30,000-ലേറെ പേരാണ് പങ്കെടുത്തത്. Well, it's going to be very close to a course record. Course record has gone. What a run from Abera. 10 metres back. Just fall short. That shot. And we now for the first time in this race can look. മുൻ സ്പീക്കർ AC ജോസിന്റെ വിയോഗത്തിൽ ഇർക്കാസ് യുഎ കമ്മിറ്റി പ്രസിഡന്റ് സിയാജി നായർ, ജനറൽ സെക്രട്ടറി പുന്നക്കൽ മുഹമ്മദ് അലി എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി. കോൺഗ്രസ് പ്രസ്ഥാനം നിർണായകമായ രാഷ്ട്രീയ പ്രതിസന്ധികൾ കടന്നുപോകുന്ന ഘട്ടത്തിൽ AC ജോസിനെ പോലെയുള്ള നേതാക്കളുടെ വിയോഗം പാർട്ടിക്ക് താങ്ങാവുന്നതിലും അധികമാണെന്ന് ഇൻകസ് ഭാരവാഹികൾ പറഞ്ഞു. പീപ്പിൾ ബിഗ് ഇംപാക്ട്. ബാർക്കോഴ അഴിമതിയിൽ കുരുങ്ങി മന്ത്രി കെ ബാബുവും രാജിവെച്ചു. ബാബുവിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവിട്ടതിനെ തുടർന്നാണ് രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറി.
രാഷ്ട്രീയ കാരണങ്ങളാലല്ല, വ്യക്തിപരമാണ് തന്റെ രാജി. സാങ്കേതികത്വത്തിന്റെ പേരിൽ താൻ കടിച്ചു തൂങ്ങില്ല. എന്നാൽ തനിക്കെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞ കെ ബാബു ഇതിൽ CPIM നേതാക്കന്മാരും മദ്യവ്യവസായികളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെയും ടവർ ലൊക്കേഷൻ നോക്കിയാൽ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് തെളിയും. ഡിസംബർ മാസം 15-ാം തീയതി 7 മണിക്ക് ടവർ ലൊക്കേഷൻ നോക്കിയാൽ മതി. ഞാൻ ഇതുവരെ എന്റെ മാന്യതയുടെ ഒരു പേര് വെളിപ്പെടുത്തിയിട്ടില്ല. തനിക്കെതിരെ ആക്ഷേപം ഉന്നയിച്ച ആൾക്കെതിരെ നൽകിയ മാനനഷ്ടക്കേസിൽ വിചാരണയ്ക്ക് പോലും വഴങ്ങാതെ സ്റ്റേ വാങ്ങുകയായിരുന്നു. തനിക്കെതിരെ കേസുകളൊന്നും നിലവിലില്ല. നല്ല ലക്ഷ്യത്തോടെ നടത്തിയ നീക്കം തനിക്കെതിരെ തിരിയുകയായിരുന്നു. എന്നാൽ കോടതിയുടെ നിരീക്ഷണം അസാധാരണമായി പോയെന്നും അദ്ദേഹം പറഞ്ഞു. അസാധാരണമായ ഒരു കോടതി വിധിയാണത്. അത് നിയമജ്ഞന്മാരാണ് ഇതിനെക്കുറിച്ച് പരിശോധിക്കുന്നത്, ചർച്ച ചെയ്യേണ്ടത്. ഞാൻ അതിന്റെ മെറിറ്റിലേക്ക് കിടക്കുന്നില്ല. അതായത് ഒരു അസാധാരണമായ കോടതി വിധിയാണ്. കോടതി നടപടികളുമായി മുന്നോട്ടു പോകും. ഇതേക്കുറിച്ച് അഭിഭാഷകരുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി അടക്കമുള്ള A ഗ്രൂപ്പ് നേതാക്കളുമായി തിരക്കിട്ട കൂടിയാലോചനകൾക്കു ശേഷമാണ് കെ ബാബു രാജി പ്രഖ്യാപിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ബാബുവിനെതിരെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ തൃശൂർ വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. കോടതിയെ കൊഞ്ഞനം കുത്തുകയാണോ എന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ 1 മാസം കൂടി സമയം ചോദിച്ച വിജിലൻസിനോട് കോടതി ചോദിച്ചു. കേസിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ വിജിലൻസ് വീണ്ടും സമയം ചോദിച്ചതിനെതിരെ നിശിതമായ ഭാഷയിലാണ് കോടതി വിമർശിച്ചത്. ഇച്ഛാശക്തിയില്ലാത്ത സംവിധാനമാണ് വിജിലൻസ് എന്നും സത്യസന്ധമായി അന്വേഷിച്ചാൽ 10 ദിവസം കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാമായിരുന്നുവെന്നും കോടതി പറഞ്ഞു. ആരോപണ വിധേയനായ മന്ത്രിയുടെ ആസ്തികളും വീടും പരിശോധിച്ചോ എന്ന് കോടതി ചോദിച്ചു. പരാതിക്കാരന്റെ മൊഴി മാത്രമാണ് കേസിൽ എടുത്തിട്ടുള്ളത്. കോഴ നൽകിയതായി പറയുന്ന ബിജു രമേശിനെയും കേസിൽ പ്രതി ചേർക്കണം. എന്നാൽ ഒരു നടപടിയും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. നേരത്തെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയതെന്തിനെന്നും കോടതി ആരാഞ്ഞു. ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കാൻ കൂടുതൽ സമയം ചോദിക്കുന്ന ഉദ്യോഗസ്ഥ കഴിഞ്ഞ 1.5 മാസക്കാലമായി എന്തു ചെയ്യുകയായിരുന്നു? ഇക്കാര്യങ്ങൾ അറിയാൻ കോടതിക്കും താൽപ്പര്യമുണ്ട്. ഉത്തരം പറയാനുള്ള ബാധ്യത സർക്കാരിനുമുണ്ടെന്നും ജസ്റ്റിസ് SS വാസൻ പറഞ്ഞു. കോടതിയെ കൊഞ്ഞനം കുത്തുന്ന സമീപനമാണ് വിജിലൻസിൻ്റേത്. ഇത് അനുവദിക്കാനാവില്ല. ഫെബ്രുവരി 22-ന് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹാജരാക്കണമെന്നും കോടതി ഉത്തരവിട്ടു. കഴിഞ്ഞ ദിവസം വിജിലൻസിന് ഹൈക്കോടതിയിൽ നിന്നേറ്റ വിമർശനങ്ങളുടെ പിന്നാലെയാണ് ഇപ്പോഴുള്ള വിമർശനം. ഇത് വിജിലൻസിന് മാത്രമല്ല, സംസ്ഥാന സർക്കാരിന് തന്നെ തിരിച്ചടിയായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. താൻ CPIMന്റെയും ബിജു രമേശിന്റെയും ഗൂഢാലോചനയുടെ രക്തസാക്ഷിയെന്ന് കെ ബാബു. ആരോപണം ബാബുവിന്റെ ജാള്യത മറക്കാനെന്ന് കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. കോടതി പരാമർശങ്ങൾ ഉമ്മൻചാണ്ടിക്കും ബാധകമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ബാബുവിന്റെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കണമെന്ന് ബിജു രമേശ് ആവശ്യപ്പെട്ടു. CPIM ബിജു രമേശുമായി നടത്തിയ ഗൂഢാലോചനയുടെ രക്തസാക്ഷിയാണ് താനെന്നായിരുന്നു രാജിക്ക് ശേഷം മന്ത്രി കെ ബാബുവിന്റെ പ്രതികരണം. ഇത് സഖാവ് കോടിയേരി ബാലകൃഷ്ണനും കൂടി ശിവൻകുട്ടി MLAയുടെ വീട്ടിൽ വെച്ച് ഡിസംബർ മാസം 15-ാം തീയതി 7 മണിക്ക് നടത്തിയ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിലാണ് എനിക്കെതിരായ ആരോപണം. എന്നാൽ ജാള്യത മറയ്ക്കാനാണ് ബാബു CPIMനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ രാജിയുടെ ജാള്യത മറച്ചുപിടിക്കാനാണ് CPM നടത്തിയ ഗൂഢാലോചന വഴിയാണ് ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നത് എന്ന് ആക്ഷേപിച്ചിരിക്കുന്നത്. ഈ ഗൂഢാലോചന നടത്തിയെന്നുള്ള ആരോപണം ശുദ്ധ അസംബന്ധമാണ്. കെ ബാബുവിന്റെ ആരോപണങ്ങൾക്ക് ബിജു രമേശിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. ഡിസംബർ 15-ാം തീയതി ബാബുവിനെ മറ്റേ പറയപ്പെടുന്ന ശിവൻകുട്ടിയുടെ വീട്ടിൽ ഞാൻ പോയിട്ടില്ല. കോടിയേരി ബാലകൃഷ്ണനെ ഞാൻ കണ്ടിട്ടുമില്ല. അച്ഛൻ മരിച്ച് 41 കഴിയുന്നവരെ ഞാൻ ഒരു ചാനലിലോ ഒരു ഓഫീസിലോ അല്ലാതെ മറ്റൊരു കാര്യത്തിനോ ഇവിടുന്ന് വീട് വിട്ട് പുറത്തു പോയിട്ടില്ല. ആ പുറത്തു പോകാത്ത ഞാൻ ഗൂഢാലോചനയ്ക്ക് പോയി ഈ സംസാരിച്ചു എന്ന് പറയുന്നത് തന്നെ അതിൽ തന്നെ ഇതല്ലേ. രാജിക്കത്ത് കിട്ടിയിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ രാജിക്കത്ത് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ മറ്റ് സഹപ്രവർത്തകരുമൊക്കെ ആയിട്ട് ആലോചിച്ചിട്ട് അത് സംബന്ധിച്ച് ഒരു തീരുമാനം എടുക്കും. ഉമ്മൻചാണ്ടി അധികാരത്തിൽ തുടരാൻ അർഹനല്ലെന്നാണ് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി തന്നെ അധികാരത്തിലിരിക്കാൻ അർഹനല്ല. അത്രമാത്രം കാര്യങ്ങളാണ് ഉമ്മൻചാണ്ടിക്കെതിരെ വന്നിട്ടുള്ളത്. ടൈറ്റാനിയം കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലുണ്ടായിട്ടുള്ള കോടതിയുടെ പരാമർശത്തിന്റെ മേലെ ഉമ്മൻചാണ്ടി ഇറങ്ങിപ്പോകേണ്ടതാണ്. പക്ഷെ ഉമ്മൻചാണ്ടിയുടെ മുഖ്യമന്ത്രി പദം ഇത്തരം ആളുകളെയൊക്കെ സംരക്ഷിക്കാനാണ് ഉപയോഗിച്ചു വന്നത്. 2 മന്ത്രിമാരുടെ രാജി LDFന്റെ വിജയമെന്നാണ് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പ്രതികരിച്ചത്. ന്യൂസ് ഡെസ്ക്.
കൊച്ചി മെട്രോയുടെ പരീക്ഷണ ഓട്ടം സമ്മാനിച്ച ആഹ്ലാദങ്ങൾക്കിടയിലേക്കാണ് ഇടുത്തി പോലെ കോടതി വിധി ബാബുവിനെ തേടിയെത്തിയത്. അപ്രതീക്ഷിതവും നാടകീയവുമായ നിരവധി മുഹൂർത്തങ്ങളാണ് ആരോപണ കാലഘട്ടത്തിലും അതിനുശേഷവും ഉണ്ടായത്. കേസിന്റെ നാൾ വഴിയിലേക്ക്. മാണിക്കെതിരായ ബാർക്കോഴ കേസിന്റെ അന്വേഷണത്തിനായി വിജിലൻസ് ബിജു രമേശിന്റെ രഹസ്യമൊഴിയെടുക്കാൻ തീരുമാനിച്ചതോടെയാണ് കെ ബാബുവിനെതിരായ കുരുക്ക് മുറുകിയത്. 2015 മാർച്ച് 31-നാണ് ബാബുവിനെതിരായ ആദ്യ ആരോപണം പുറത്തുവരുന്നത്. ബാർക്കോഴ കേസിൽ 50 ലക്ഷം രൂപ തന്റെ കയ്യിൽ നിന്നും പണമായി വാങ്ങിയെന്ന ആരോപണം ബിജു രമേശ് ഉന്നയിച്ചു. അന്നേ ദിവസം തന്നെ ബാബു ആരോപണം നിഷേധിച്ചു. സെക്രട്ടേറിയറ്റിലെ ബാബുവിന്റെ മുറിയിൽ വെച്ച് പണം കൈമാറുമ്പോൾ താൻ ദൃക്സാക്ഷിയായിരുന്നുവെന്ന് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് മുഹമ്മദ് റസീഫ് വെളിപ്പെടുത്തി. ബാബുവിനെതിരെ ത്വരിതാന്വേഷണം നടത്താൻ വിജിലൻസ് ഡയറക്ടർ വിൻസൻ അമ്പോൾ ഉത്തരവിട്ടു. കേസന്വേഷണത്തിന്റെ ചുമതല വിജിലൻസിന്റെ എറണാകുളം യൂണിറ്റ് ഡിവൈഎസ്പി MN രമേശിന് കൈമാറി. ബാബുവിന് പണം കൈമാറിയെന്ന മൊഴി രേഖപ്പെടുത്താൻ വിജിലൻസ് തയ്യാറായില്ലെന്ന് ബിജു രമേശ് വീണ്ടും ആരോപണം ഉന്നയിച്ചു. 3 മാസത്തിലേറെ നീണ്ട അന്വേഷണത്തിനൊടുവിൽ ബാബു പണം വാങ്ങിയിട്ടില്ലെന്ന കണ്ടെത്തലോടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. എന്നാൽ വിജിലൻസ് നടത്തിയ പ്രാഥമിക അന്വേഷണ രീതി വിജിലൻസിന്റെ മാനുവലിൽ നിഷ്കർഷിക്കാത്തതാണെന്ന് തെളിവ് സഹിതം പീപ്പിൾ TV വാർത്ത പുറത്തുവിട്ടു. തൃശൂർ വിജിലൻസ് കോടതിയിൽ ബാബുവിനെതിരെ പൊതുപ്രവർത്തകൻ ജോർജ് വട്ടുകുളം പരാതി നൽകി. പ്രാഥമിക അന്വേഷണമല്ല, ബാബുവിനെതിരെ ക്വിക്ക് വെരിഫിക്കേഷൻ തന്നെ നടത്തണമെന്നും റിപ്പോർട്ട് ജനുവരി 23-ന് സമർപ്പിക്കണമെന്നും കോടതിയുടെ ഉത്തരവുണ്ടായി. റിപ്പോർട്ട് സമർപ്പിക്കാൻ കൂടുതൽ സമയം തേടിയ വിജിലൻസിനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് ബാബുവിനെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ ഉത്തരവിട്ടതോടെ മന്ത്രി കെ ബാബു രാജിവെച്ചു. പീപ്പിൾ TVയുടെ വാർത്താ ചരിത്രത്തിൽ ഒരു പൊൻതൂവൽ കൂടി. കെ മാണിയുടേതുപോലെ ബാബുവിന്റെയും രാജ്യപ്രഖ്യാപനത്തിന് വഴിയൊരുക്കിയത് പീപ്പിൾ TVയുടെ വെളിപ്പെടുത്തലാണ്. ഓരോ ബാറിനും നന്ദി നൽകിയിട്ടുള്ള ലൈസൻസിന്റെ ബാബു മേടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് അങ്ങ് തന്നെ പറയാം. ഞാൻ പറഞ്ഞല്ലോ, നിയമം കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്. കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ നിർണായകമായ 2 രാജ്യമുഹൂർത്തത്തിന് വഴിവെച്ചത് പീപ്പിൾ TV പുറത്തുവിട്ട വാർത്തകളാണ്. ധനമന്ത്രി KM മാണിയുടെ രാജിക്ക് പിന്നാലെ എക്സൈസ് മന്ത്രി കെ ബാബുവും രാജിവെച്ചത് പീപ്പിൾ പുറത്തുവിട്ട വാർത്താ വെളിപ്പെടുത്തലിനെ തുടർന്ന് എന്നത് യാദൃശ്ചികമല്ല. ന്യൂസ് ആൻഡ് വ്യൂസിൽ തന്നെയായിരുന്നു മാണിക്ക് പുറമെ കെ ബാബുവും മറ്റു ചില കോൺഗ്രസ് മന്ത്രിമാരും കോഴ വാങ്ങിയ വിവരം ബിജു രമേശ് വെളിപ്പെടുത്തിയത്. ഓരോ ബാറിനും നന്ദി നൽകിയിട്ടുള്ള ലൈസൻസിന്റെ ബാബു മേടിച്ചിട്ടുണ്ട്. ബിനോയ് തന്നെ പറയുന്നുണ്ട്, ബാബുവിന് ഞാൻ 25 ലക്ഷം രൂപ അല്ല, ബാറിനും 15 ലക്ഷം രൂപ ബിയറിനും വെച്ച് എല്ലാ ബാറിനും മേടിച്ചു കൊടുത്തു. ഞാനത് എവിടെയും പറയും. നിർണായകമായ ആരോപണത്തെ കേവല വാർത്ത എന്നതിനപ്പുറത്തേക്ക് വാർത്താ ഘടികാരത്തിന്റെ നിർണായക നാഴികയാക്കാനുള്ള അനുബന്ധ വാർത്തകളും തെളിവുകളും പിന്നീട് പീപ്പിൾ TV പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. മാണിയും കെ ബാബുവും രാജിവെക്കുമ്പോൾ മാധ്യമ ദൗത്യത്തിന്റെ പീപ്പിൾ TV യുഗം കൂടിയാണ് കുറിക്കപ്പെടുന്നത്. ഇനിയുള്ളത് ബാക്കി ആരോപണങ്ങൾക്ക് വിധേയമായവരുടെ കാര്യം കൂടിയാണ്. നീതിയുടെ ജനകീയ ഇടപെടലുകൾക്കായി പീപ്പിൾ TVയും. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV ന്യൂസ്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടിയുടെ വലംകൈ എന്നറിയപ്പെടുന്ന നേതാവാണ് കെ ബാബു. യൂത്ത് കോൺഗ്രസിലൂടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമായ ബാബു തുടർച്ചയായി 1/4 നൂറ്റാണ്ടോളം MLA ആയ നേതാവാണ്. അഴിമതി കേസിൽ രാജിവെച്ച മന്ത്രി കെ ബാബു സ്ഥാനമൊഴിയുമ്പോൾ നഷ്ടമാകുന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വലംകൈയാണ്. KSUവിലൂടെ രാഷ്ട്രീയ രംഗത്തെത്തി യൂത്ത് കോൺഗ്രസിലൂടെ വളർന്ന് ഒടുവിൽ A ഗ്രൂപ്പിന്റെയും ഉമ്മൻചാണ്ടിയുടെയും മനസാക്ഷി സൂക്ഷിപ്പുകാരനായ കെ ബാബു മുട്ടുമടക്കിയത് തിരുവനന്തപുരത്തുകാരൻ ബിജു രമേശിന്റെ ബാർക്കോഴ എന്ന ബ്രഹ്മാസ്ത്രത്തിന് മുന്നിലാണ്. 1977-ൽ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചെയർമാനായാണ് കെ ബാബു രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത്. പിന്നീട് യൂത്ത് കോൺഗ്രസിലൂടെ കോൺഗ്രസിന്റെ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങളിലെത്തിയ ബാബുവിനെ പക്ഷേ കേരളം അറിഞ്ഞത് 1991-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെയാണ്. ഇടതുപക്ഷത്തിന്റെ ശക്തികേന്ദ്രമായ തൃപ്പൂണിത്തുറയിൽ CPIMന്റെ തലയെടുപ്പുള്ള നേതാവ് MM ലോറൻസിനെ അട്ടിമറിച്ചാണ് ബാബു രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാകുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ബാബുവിന്റെ കൈപിടിച്ച് കോൺഗ്രസ് തൃപ്പൂണിത്തുറ നിലനിർത്തി. സംസ്ഥാനത്ത് ശക്തമായ ഇടതു തരംഗം ആഞ്ഞടിച്ചപ്പോഴും തൃപ്പൂണിത്തുറ ബാബുവിനൊപ്പം നിന്നു. ബാർക്കോഴ വിവാദം പീപ്പിൾ TVയിലൂടെ ഉയർന്ന നാൾ മുതൽ കെ ബാബുവിന് നേരെയും ആരോപണങ്ങൾ നീണ്ടതാണ്. KM മാണി രാജിവെച്ചപ്പോൾ ബാബുവിന്റെ രാജി ആവശ്യവും ശക്തമായി. എന്നാൽ അപ്പോഴെല്ലാം ഉമ്മൻചാണ്ടി രക്ഷയ്ക്കെത്തി. താൻ കേസിൽ പ്രതിയായാൽ സാങ്കേതികത്വം പറഞ്ഞ് കടിച്ചു തൂങ്ങില്ലെന്ന മാണിയെ കൊടുക്കാൻ ബാബു എറിഞ്ഞ മുനവച്ച വാക്കാണ് ഒടുവിൽ ബുമറാങ്ങായി തിരിച്ചടിച്ചത്. തൃശൂർ വിജിലൻസ് കോടതി നടത്തിയ കടന്നാക്രമണത്തിന് മുന്നിൽ കെ ബാബുവിന് രാജിയല്ലാതെ മറ്റു വഴികളില്ലാതായി. നീതിപീഠത്തിന് മുന്നിൽ തിരിച്ചടിയേറ്റ A ഗ്രൂപ്പിലെ സെക്കൻഡ് ഇൻ കമാൻഡിന് രാജിവെക്കുക മാത്രമായി പോംവഴി. ഒടുവിൽ ആ വഴി തെരഞ്ഞെടുത്ത് ബാബു പടിയിറങ്ങി.
ആരോപണങ്ങൾ ബാക്കിവച്ച്. ന്യൂസ് ഡെസ്ക്. അഴിമതി കേസിൽ രണ്ടാമത്തെ മന്ത്രിയും കോടതി പരാമർശത്തെ തുടർന്ന് പുറത്തുപോകുമ്പോൾ UDF കടുത്ത പ്രതിരോധത്തിലാകുന്നു. കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ബാബുവിന്റെ രാജിയിൽ കാര്യങ്ങൾ അവസാനിക്കില്ല. ഫെബ്രുവരി 5-ന് ആരംഭിക്കുന്ന നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിലും ഭരണപക്ഷം പ്രതിരോധത്തിലാകും. അഴിമതി കേസിൽ 2 മന്ത്രിമാർ രാജിവെക്കേണ്ടി വന്ന മന്ത്രിസഭയെന്ന നാണക്കേടോടെ തെരഞ്ഞെടുപ്പിന് നേരിടേണ്ടി വരുമെന്ന ആശങ്കയാണ് UDF നേതാക്കൾ പങ്കുവെക്കുന്നത്. മാണിക്കും ബാബുവിനുമെതിരായ കേസുകൾ അവസാനിച്ചിട്ടില്ല. കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണത്തിന് ശേഷമുണ്ടാകുന്ന ഉത്തരവും കോടതി പരാമർശങ്ങളും വീണ്ടും തിരിച്ചടിയാകുമെന്ന ഭയവും ഭരണപക്ഷത്തിനുണ്ട്. ഹൈക്കോടതിയിൽ നിന്ന് വിജിലൻസിനേറ്റ കടുത്ത വിമർശനത്തിനു പിന്നാലെ തൃശൂർ വിജിലൻസ് കോടതിയും വിമർശിച്ചത് വിജിലൻസ് വകുപ്പിനെയും പ്രതിക്കൂട്ടിലാക്കുന്നു. ഇതുകൂടി കണക്കിലെടുത്താണ് മുഖ്യമന്ത്രിയുമായുള്ള ആശയവിനിമയത്തിൽ ബാബു രാജിവെക്കണമെന്ന നിലപാട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും KPCC പ്രസിഡന്റ് സുധീരനും സ്വീകരിച്ചത്. മുഖ്യമന്ത്രിയുടെ വലങ്കൈയായി അറിയപ്പെടുന്ന കെ ബാബുവിന്റെ രാജി കോൺഗ്രസിലെ A ഗ്രൂപ്പിനേറ്റ കനത്ത പ്രഹരം കൂടിയാണ്. ഫെബ്രുവരി 5-ന് ആരംഭിക്കുന്ന നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിൽ മന്ത്രിമാരുടെ രാജി ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കും. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപാണ് കേസന്വേഷണവും കോടതി പരാമർശങ്ങളും എന്നതും ഭരണമുന്നണിയെ പ്രതിരോധത്തിലാക്കുന്നു. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാർക്കോഴ കേസിൽ മന്ത്രി കെ ബാബുവും രാജിവെച്ചൊഴിഞ്ഞ സാഹചര്യത്തിൽ പീപ്പിൾ TVക്ക് അഭിനന്ദനങ്ങൾ. ന്യൂയോർക്ക് പ്രസ് ക്ലബ് ഭാരവാഹികളാണ് പീപ്പിളിനെ അഭിനന്ദനങ്ങളും ആശംസകളും രേഖപ്പെടുത്തിയത്. ന്യൂയോർക്കിൽ നിന്നും ജോസ് കടാപ്പുറം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ന്യൂയോർക്കിൽ നിന്നാണ് ജോസ് കടാപ്പുറം. ഈ അടുത്തിടെ ഉണ്ടായ സംഭവത്തില് മന്ത്രി കെ ബാബു വെച്ച സംഭവത്തെക്കുറിച്ച് ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ അമേരിക്കയിൽ നിന്ന് എനിക്ക് പീപ്പിൾ TVയോടും കൈരളി TVയോടും ഒരു വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഒരു മാധ്യമം എന്ന രീതിയിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള ശ്രമങ്ങളെല്ലാം ലോകത്താകമാനമുള്ള മലയാളികൾക്ക് സന്തോഷം തരുന്ന കാര്യമാണ്. ഭരിക്കുന്നവരുടെ അഴിമതിക്കും അവരുടെ കള്ളപ്പണം സമാഹരിക്കുന്നതിനും കൈക്കൂലി വാങ്ങിക്കുന്നതിനെതിരായിട്ട് പീപ്പിൾ TVയും ബിജു രമേശിനെ പോലുള്ള ഒറ്റപ്പെട്ട വ്യക്തികളും നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ ഒരു പക്ഷെ അതിന്റെ ഫലപ്രാപ്തി കണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 മന്ത്രിമാർ രാജിവെക്കാനിടയായ സാഹചര്യമുണ്ടായി. ഇത് വളരെ മാധ്യമ രംഗത്തിന് വളരെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. നിങ്ങളോടുള്ള അഭിനന്ദനം അറിയിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉദ്ദേശിക്കുന്നു. ജനങ്ങളാണ് രാജ്യത്തെ ചരിത്രം നിർമ്മിക്കുന്നത്. ഈ രാജ്യത്തെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ സംഘടിക്കണം. ചരിത്രം ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒപ്പം ഭാവിയിലേക്കുള്ള ഒരു തിരുത്തൽ രേഖയും. പുതിയ ചിന്ത, പുതിയ കർമ്മം, പുതിയ കേരളം. പങ്കെടുക്കൂ, അണിചേരൂ ഈ ബഹുജന മുന്നേറ്റത്തിൽ. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ചിന് മലപ്പുറം ജില്ലയിൽ ആവേശകരമായ വരവേൽപ്പ്. കൊണ്ടോട്ടി, വേങ്ങര, കോഹിനൂർ, പരപ്പനങ്ങാടി എന്നിവിടങ്ങളിൽ ജാഥാ പര്യടനം നടത്തി. ബാർക്കോടിയിൽ മന്ത്രി ബാബു രാജിവെച്ച പശ്ചാത്തലത്തിൽ വർദ്ധിച്ച ആവേശത്തിലായിരുന്നു CPIM പ്രവർത്തകർ. കോഴിക്കോട് ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശിച്ച ജാഥയ്ക്ക് ഉജ്ജ്വല വരവേൽപ്പാണ് നൽകിയത്. ജില്ലാ അതിർത്തിയായ ഐക്കരപ്പടിയിൽ നൂറുകണക്കിന് പ്രവർത്തകർ ചേർന്ന് ജാഥയെ വരവേറ്റു. മുതിർന്ന നേതാവ് പാലോളി മുഹമ്മദ് കുട്ടിയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. ആദ്യ സ്വീകരണ കേന്ദ്രമായ കൊണ്ടോട്ടിയിൽ ജാഥ എത്തിയപ്പോഴാണ് മന്ത്രി കെ ബാബുവിനെതിരായ കോടതി പരാമർശങ്ങളുടെ വാർത്ത പുറത്തുവന്നത്. ഇതോടെ പ്രവർത്തകർ ആവേശത്തിലായി. ബാബുവിന് ഒരു നിമിഷം പോലും മന്ത്രിയായി തുടരാൻ അർഹതയില്ലെന്ന് പിണറായി പ്രഖ്യാപിച്ചതോടെ സദസ്സിന്റെ പിന്തുണ എന്നോണം മുദ്രാവാക്യം വിളികൾ ഉയർന്നു. അടുത്ത സ്വീകരണ കേന്ദ്രമായ വേങ്ങരയിൽ ജാഥ എത്തിയപ്പോഴാണ് ബാബുവിന്റെ രാജിവാർത്ത പുറത്തുവന്നത്. ഇതോടെ പ്രവർത്തകരുടെ ആവേശം വാനോളം ഉയർന്നു. അഴിമതി വിമുക്തമായ നവകേരളം കെട്ടിപ്പടുക്കാനുള്ള യാത്ര 9 നാൾ പിന്നിട്ടപ്പോൾ തന്നെ ആദ്യ വിജയം നേടാനായതിന്റെ ആവേശം. അവ രാജിവെച്ച് പോലല്ലാതെ വേറെ മാർഗമൊന്നും ബാബുവിന്റെ മുന്നിലില്ല. ബാബു ഇപ്പോൾ താൻ കുഴിച്ച കുഴിയിൽ വീണിരിക്കുന്നു. അടുത്ത സ്വീകരണ കേന്ദ്രമായ വള്ളിക്കുന്ന് മണ്ഡലത്തിൽപ്പെട്ട കോഹിനൂരിലെത്തിയപ്പോൾ പ്രദേശം ജനനിബിഡം. തിരൂരങ്ങാടി മണ്ഡലത്തിന്റെ ഭാഗമായ പരപ്പനങ്ങാടിയിലായിരുന്നു സമാപനം പരപ്പനങ്ങാടി അവിസ്മരണീയമാക്കി. 10,000-ങ്ങളാണ് ജാഥയെ വരവേൽക്കാനെത്തിയത്. മലപ്പുറം ജില്ലയിലെ 2ാം ദിനമായ നാളെ താനൂർ, തിരൂർ, BP അങ്ങാടി, എരമംഗലം, എടപ്പാൾ എന്നിവിടങ്ങളിലാണ് സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്. മലപ്പുറത്തു നിന്നും ബാബുരാജ് മൊറാഴയ്ക്കൊപ്പം സാലി മുഹമ്മദ്.
വേൾഡ് മലയാളി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കൈരളി TV കാഴ്ചവെക്കുന്ന മെഗാ ഷോയ്ക്കായി മുംബൈയിൽ വേദിയൊരുങ്ങുന്നു. കൈരളി TV ചെയർമാൻ മെഗാസ്റ്റാർ മമ്മൂട്ടി, മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് എന്നിവർ പങ്കെടുക്കുന്ന സലാം മുംബൈ എന്ന കലാമാമാങ്കം മഹാനഗരത്തിന് കൈരളിയുടെ പ്രണാമമായിരിക്കും. ഫാത്തിമ ഗോൾഡ് മട്ടന്നൂർ ഷോറൂമിന്റെ 1ാം വാർഷികാഘോഷ ഉദ്ഘാടനം EP ജയരാജൻ MLA നിർവഹിച്ചു. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി 0% പണിക്കൂലിയിൽ ആഭരണങ്ങൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ, 1000 രൂപ നൽകി അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം എന്നീ ഓഫറുകൾ ഈ മാസം 31 വരെ ലഭ്യമാണ്. മട്ടന്നൂർ ഗവൺമെന്റ് ആശുപത്രിയിലേക്കുള്ള സൗജന്യ വീൽ ചെയറുകളും ചടങ്ങിൽ MLA വിതരണം ചെയ്തു. ഫാത്തിമ ഗോൾഡ് ഗ്രൂപ്പ് MD മുഹമ്മദ് റാഫ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് MD KV മുഹമ്മദ് കുഞ്ഞി, ഫാത്തിമ ഗോൾഡ് ഡയറക്ടർമാർ, ജനറൽ മാനേജർ നിഷാദ്, മട്ടന്നൂർ മുനിസിപ്പൽ ചെയർമാൻ ഭാസ്കരൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു.